പിണറായി വിജയൻ 20,000 വോട്ടിന്റെ താഴത്തേക്ക് ഭൂരിപക്ഷം കുറയും, അതുപോലെ മുഹമ്മദ് റിയാസ് 7,000 വോട്ടിനെ ജയിക്കുകയുള്ളൂ, ഇതൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായി. അതുപോലെ 98+ ആയിരുന്നു പറഞ്ഞത്. അതുപോലെ സാറിന് എന്തെങ്കിലും ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം, ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് മിക്കവാറും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം വളരെ 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 പ്രകടമായിരുന്നു. ശരിക്കും ഇത് UDF-ന് പോസിറ്റീവായിട്ടുള്ളൊരു വോട്ടല്ല, LDF-ന് നെഗറ്റീവായിട്ടുള്ള വോട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ അന്നേ പ്രൊഡിക്റ്റ് ചെയ്തൊരു കാര്യം, ഈ ജനവികാരത്തിൻ്റെ തോത് വെച്ചിട്ട് 90 തൊട്ട് 110 വരെ സീറ്റുകൾ UDF ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഒരു റൈഡർ എന്ന് വെച്ചാൽ പഴയ പോലെയല്ല, വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് UDF-ലേക്ക് പോകും, കുറച്ച് BJP-ലേക്ക് കൂടി. ഇപ്പോൾ തിരുവനന്തപുരം ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ നോക്കിയാൽ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അടിയിലേക്ക് പോയപ്പോൾ UDF കയറി വരില്ല എന്ന് മനസ്സിലായപ്പോൾ ആളുകൾ BJP വോട്ട് ചെയ്തു. ആളുകൾ ആഗ്രഹിക്കുന്നത് CPM-നെ തോൽപ്പിക്കണം, LDF-നെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് BJP വോട്ട് ചെയ്തു. അത് തന്നെ ഇവിടെ എറണാകുളം ജില്ല എന്ന് വെച്ചാൽ UDF-ന്റെ കോട്ടയല്ലേ. എറണാകുളം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും നോക്കുമ്പോഴും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് ദുർബലമായതുകൊണ്ട് ആളുകൾ BJP വോട്ട് ചെയ്തു. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ അത് സാഹചര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF-നെ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റ വികാരമാണ്.